ആ സമയത്ത് ഇദ്രീസ് നബിയോട് മലക്കുൽ മൗത്ത് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ രൂപം കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ആ സമയത്ത് പറഞ്ഞു ഇദ്രീസ് നബി അലൈഹിസ്സലാം, അവിടെന്ന് പറഞ്ഞു അസ്റായീലേ, മോശമായ ആൾക്കാരുടെ റൂഹ് പിടിക്കാൻ പോകുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ? അങ്ങനെ അസ്റായീൽ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് മോശമായ ഒരാളുടെ റൂഹ് പിടിക്കാൻ പോകുന്നത്? ഈ രൂപം കണ്ടു കഴിഞ്ഞപ്പോ അസ്റായീലിനോട് ചോദിക്കുന്നു ഇദ്രീസ് നബി, അസ്റായീലേ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് അല്ലാഹു പറയുന്നുണ്ട്. മരണത്തിന് വലിയ വേദനയാണ്. അതുകൊണ്ട് അസ്റായീലേ, എന്നെ ഒന്ന് മരിപ്പിക്കുമോ അസ്റായീലേ? ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കും അറിയാനാണ്. അങ്ങനെ മരണവേദനയെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാമല്ലോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ. അല്ലാഹുവേ, കൂട്ടുകാരന്റെ ആഗ്രഹമാണല്ലോ, ഇദ്രീസ് നബിയുടെ ആഗ്രഹമാണല്ലോ. അസ്റായീൽ അല്ലാഹുവിനോട് ചോദിച്ചു, ഇദ്രീസ് നബി ഒരാഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അസ്റായീൽ എന്ന മലക്കിനോട് പറയുകയാണ്, ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ച് അവിടുന്ന് മരിപ്പിക്കാറ്, എന്നിട്ട് ജീവന് തിരിച്ചു കൊടുക്കാറ്. അല്ലാഹുവേ, അസ്റായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബിയുടെ റൂഹ് പിടിക്കുകയാ. ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു. അതാ ഇദ്രീസ് നബി മരണപ്പെട്ട് കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞപ്പോൾ അസ്റായീൽ തിരിച്ച് റൂഹ് അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇദ്രീസ് നബിക്ക് ജീവൻ തിരിച്ചു വന്നപ്പോ അസ്റായീൽ ചോദിച്ചു, എങ്ങനെയുണ്ട് നബിയേ? ഇദ്രീസ് നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അസ്റായീൽ, മരണത്തിന് വല്ലാത്ത വേദനയാണ് അസ്റായീൽ. അത് കഴിഞ്ഞപ്പോ പിന്നീടൊരു പ്രാവശ്യം അസ്റായീൽ കാണാമെന്നപ്പോ ഇദ്രീസ് നബി രണ്ടാമത് പറഞ്ഞു, എനിക്ക് നരകമൊന്ന് കാണണം. അല്ലാഹുവേ, 3000 കൊല്ലം കത്തിച്ച പടച്ചറപ്പിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്റായീൽ? കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ചെയ്യാമല്ലോ. അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു. അല്ലാഹു ഇസ്രായേൽ പടച്ചവനെ ഇസ്ഹാഖ് നബിക്ക്, അതാ ഇദ്രീസ് നബിക്ക് നരകം കാണിച്ചു കൊടുക്കാൻ അല്ലാഹു അനുവാദം കൊടുക്കുകയാ. അങ്ങനെ നരകത്തിന്റെ മുകളിലൂടെ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ നരകമെന്ന് കാണിച്ചു കൊടുത്തു. ഇദ്രീസ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നരകത്തെ കണ്ടിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നരകത്തെ കണ്ടിരുന്നെങ്കിൽ അവൻ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും പ്രവർത്തിക്കില്ലായിരുന്നു. അങ്ങനെ നരകവും കണ്ടു, അങ്ങനെ നരകവും കണ്ടു. മൂന്നാമത്തെ പ്രാവശ്യം അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നപ്പോ ഇദ്രീസ് നബി മൂന്നാമതൊരാഗ്രഹം പറഞ്ഞു. മൂന്നാമതൊരാഗ്രഹം പറഞ്ഞു. എന്തേ പറഞ്ഞതെന്നറിയുമോ? അസ്റായീലേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സർവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച, ഒരു കണ്ണിനും കണ്ട ഒരു കണ്ണും കാണാത്ത, പടച്ചവനെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്റായീൽ? കാണാനുള്ള കൊതി കൊണ്ടാണ്. ഇല്ല എന്ന് നീ പറയരുത്. അല്ലാഹുവോട് ചോദിക്കെനിക്ക്, അല്ലാഹുവോട് ചോദിച്ചിട്ട് എനിക്ക് കാണിച്ചു തരണം. അല്ലാഹുവേ, അസ്റായീൽ പിന്നെയും അല്ലാഹുവിനോട് ചോദിച്ചു. അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്കാനുള്ള അനുവാദം കൊടുക്കുകയാ. അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്ക. ആദ്യം പറഞ്ഞു, അസ്റായീലെ, മോശമായ ആൾക്കാരുടെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെ, എനിക്കൊന്ന് കാണിച്ചതാ. അള്ളാഹിനോട് ചോദിച്ചു, എന്നിട്ട് കാണിച്ചു കൊടുത്തു. കണ്ടു കഴിഞ്ഞപ്പോ പറയുക, എന്തിനാ നരകമൊക്കെ, എന്തിനാ നരകവും മരണമൊക്കെ, എന്തിനാ? ഈ ഒറ്റ രൂപം കണ്ട